അപ്പോൾ നമ്മൾ സ്കൂളിൽ നിന്നുള്ള പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയിട്ടോ. ഇറങ്ങിയപ്പോൾ തന്നെ വണ്ടിയിൽ വെച്ചിട്ട് തന്നെ നമ്മൾ ധ്രുവയുടെ ഡ്രസ്സൊക്കെ മാറ്റിച്ചു. കാരണം വലിയ ഫ്രോക്കായിരുന്നല്ലോ, അപ്പോൾ അത് നമ്മൾ മാറ്റിച്ചു. പോകുമ്പോൾ ഇട്ടിരുന്ന ജീൻസും ടോപ്പൻ ഇട്ടു. ഉച്ചയായിട്ടോ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു 12:30 ആയി ഇറങ്ങിയപ്പോൾ. അപ്പോൾ അത് കഴിഞ്ഞ് എന്തായാലും നമുക്ക് വിശന്ന് തുടങ്ങിയിട്ടോ. കാരണം ഇപ്പം ചേട്ടൻ പറഞ്ഞു നമുക്ക് എന്തായാലും ഫുഡ് കഴിച്ചിട്ട് പോകാം, അല്ലെങ്കിൽ ഇനി ഫുഡ് കഴിക്കാനായിട്ട് വേറെ നമ്മൾ നിർത്തണ്ടേ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ നമ്മളങ്ങനെ ഫുഡ് കഴിക്കാനായിട്ട് നമ്മുടെ അവിടെ ശംഷാബാദിൽ നിർത്തിയിട്ടോ. നമ്മൾ പണ്ടത്തെ ഫ്ലാറ്റ് ഉണ്ടായിരുന്ന സ്ഥലത്ത് കൊണ്ട് നിർത്തി. അവിടുത്തെ ഹൈദരാബാദ് ഗ്രാൻഡിൽ നിന്ന് നമ്മളാണെങ്കിൽ ഓർഡർ ചെയ്തത് ഒരു ഫ്രൈഡ് റൈസും ഒരു ബിരിയാണിയാണ് കേട്ടോ. കാരണം ഹൈദരാബാദ് ബിരിയാണി എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ സ്പൈസിയാണ്. അപ്പോൾ ഇവർക്ക് അത്രയ്ക്ക് അങ്ങോട്ട് സ്പൈസി ഇഷ്ടമല്ല, കഴിക്കുകയൊക്കെ ചെയ്യും. പക്ഷേ ഫ്രൈഡ് റൈസ് വെച്ച് നോക്കുമ്പോൾ അവർക്ക് ഫ്രൈഡ് റൈസാണ് കേട്ടോ ഇഷ്ടം. അപ്പോൾ അങ്ങനെ ഒരു ഫ്രൈഡ് റൈസും ഒരു ബിരിയാണിയായിട്ട് നമ്മൾ ഓർഡർ ചെയ്തത്. പിന്നെ ഇവിടെയൊക്കെ ഭയങ്കര ക്വാണ്ടിറ്റി ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മളത് ഓർഡർ ചെയ്ത് അത് കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ട് സുഖമായിട്ട് നമ്മൾ ഇറങ്ങിയിട്ടോ. കാര്യം ഇനിയിപ്പോൾ വണ്ടിയിൽ വെച്ചിട്ട് പിള്ളേർക്ക് ഉറങ്ങണമെങ്കിൽ ഉറങ്ങാം. കാരണം ഇവിടെ നിന്ന് എന്തായാലും ഉച്ച നേരമായല്ലോ, അവർക്ക് ഓൾറെഡി ഡാൻസ് കളിച്ചിട്ട് വയ്ക്ക് വയ്യ. പിന്നെ അത് കൂടാതെ അവിടെ ചെന്ന് ഇരുന്നിട്ട് തന്നെ ദച്ചൂര് അത് ഭയങ്കരമായിട്ട് എന്താ പറയുക ഡാൻസ് കാണാൻ കൊണ്ട് വേണ്ടി വെയിറ്റ് ചെയ്ത് പിന്നെ കുറേ നേരം അവിടെ കുറച്ച് നേരമൊക്കെ കളിക്കുകയൊക്കെ ചെയ്തിട്ടോ അവൾക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ ഉച്ച നേരമാണല്ലോ, ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഉറക്കം പതിവാണല്ലോ. അപ്പോൾ എന്തായാലും ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ സുഖമായിട്ട് ഉറങ്ങാമല്ലോ വെച്ചു കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും വണ്ടിയിൽ കയറിയിട്ട് പിള്ളേരെ ഉറങ്ങുകയാണ് ചെയ്തത്. നമ്മുടെ ഇവിടെ നിന്ന് ഹൈദരാബാദിക്ക് നല്ല ദൂരമുണ്ട് കേട്ടോ. 8 മണിക്കൂറോളം ഡ്രൈവ് ഉണ്ട്, 500 കിലോമീറ്ററോളം ദൂരമുണ്ട് കേട്ടോ. അപ്പോൾ പിള്ളേർ ഉറങ്ങി ഒരു 4 മണി 5 മണിക്ക് ആയപ്പോഴേക്കും ചേട്ടൻ എണീപ്പിച്ചു. ചായ ഇങ്ങനെ കുടിക്കണമെങ്കിൽ കുടിച്ചോ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോഴേക്കും പിള്ളേർ വേഗം എണീറ്റു. കാര്യം പിന്നെ ഞാൻ പറഞ്ഞല്ലോ 8 മണിക്കൂറോളം ഡ്രൈവ് ഉണ്ട്. സ്കൂളിൽ നിന്ന് ഇറങ്ങി തന്നെ നമ്മൾ 12 മണിയായി. ഭക്ഷണം കഴിച്ചിട്ടാണ് പിന്നെ ഇറങ്ങിയതല്ലോ. അങ്ങനെ ഇറങ്ങി നമ്മൾ ടൈമൊക്കെ നോക്കി മാപ്പൊക്കെ നോക്കിയിട്ടാണ് പോകുന്നത്. അപ്പോൾ അതിൽ കാണിക്കുമല്ലോ എത്ര ടൈം എടുക്കും, എത്ര മണിക്ക് നമ്മളവിടെ എത്തുന്നത്. അപ്പോൾ അതിൽ 10:30 ഒക്കെ കാണിച്ചിരുന്നു, 10:45 കാണിച്ചിരുന്നു. ഇങ്ങനെ ചവിട്ടി പിടിച്ച് ഒരു 10:30 ആകുമ്പോഴേക്കും ചേട്ടൻ എത്തിച്ചു കേട്ടോ. അപ്പോഴേക്കും പിള്ളേരൊക്കെ ഉറങ്ങി തൂങ്ങി ഒരു വിധമായി. ബാംഗ്ലൂരിലായിരുന്നു നമ്മളെ സ്റ്റേ ഒക്കെ ഉണ്ടായിരുന്നേ. നമ്മളൊരു ഹോട്ടൽ ബുക്ക് ചെയ്തിരുന്നു. ഹോട്ടലിൻ്റെ പേര് സത്യം പറഞ്ഞാൽ എനിക്കിപ്പോൾ ഓർമ്മയില്ല കേട്ടോ. നമ്മൾ ഹോട്ടലിൽ ബുക്ക് ചെയ്ത് അവിടെ നമ്മൾ 10:30 എത്തി. അവിടെ പിന്നെ ഫുഡിൻ്റെ കാര്യമൊക്കെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു എല്ലാം ക്ലോസ് ചെയ്തു. അപ്പോൾ നമ്മൾ പിന്നെ സ്വിഗ്ഗിയിൽ ഓർഡർ ചെയ്യാണ് കേട്ടോ ചെയ്തത് ഫുഡൊക്കെ. എന്നിട്ട് ഹോട്ടലിൽ എത്തിയപ്പോഴേക്കും പിള്ളേരൊക്കെ ആക്റ്റീവായി. അവർക്ക് പിന്നെ ഉറങ്ങണ്ടെന്നുള്ള തീരുമാനമായിരുന്നു കേട്ടോ. കളിച്ചിരിക്കണം, ബെഡിൽ കുത്തിമറിയണം, അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ അവർക്ക്. നമ്മൾ ഹോട്ടലിലെത്തി ഒന്ന് ഫ്രഷ് ആയപ്പോഴാണ് എല്ലാവർക്കും ഒരു എന്താ പറയുക ഒരു എനർജിയൊക്കെ കിട്ടിയത് കേട്ടോ. പിള്ളേരൊക്കെ കളിച്ചു തുടങ്ങി. അവർക്ക് ഭയങ്കര സന്തോഷമായിട്ട് അവിടെ കളിക്കാനൊക്കെ. എത്ര നേരം ഉറങ്ങി എണീറ്റ് ക്ഷീണമൊക്കെ മാറി അവർ ഭയങ്കര കളിയായിരുന്നു കേട്ടോ. ഹോട്ടലിൽ വന്നപ്പോഴും അവർക്ക് റൂമൊക്കെ ഭയങ്കര ഇഷ്ടമായി. ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ഫുഡ് പിന്നെ നമ്മൾ സ്വിഗ്ഗിയിൽ ഓർഡർ ചെയ്യാണ് കേട്ടോ ചെയ്തത്. കാര്യം അവിടെ ഫുഡ് അവൈലബിൾ ആയിരുന്നില്ല, ക്ലോസ് ചെയ്തു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കിടന്നു. നാളെ നേരത്തെ എണീക്കണം, നമുക്ക് പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയാണ് നമ്മൾ കിടന്നതിന്. കാര്യം നമ്മൾ നേരത്തെ ഇറങ്ങിയാലാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് വേഗം ഇറങ്ങിയാലാണ് നമുക്ക് ഒരു വൈകുന്നേരം ആകുമ്പോഴേക്കെങ്കിലും നാട്ടിലെത്തുള്ളൂ. അപ്പോൾ ആ ഒരു ഇതിൽ പിന്നെ നമുക്കറിയാമല്ലോ നമ്മുടെ റോഡ് എന്ന് പറയുന്നത് അത്ര നല്ല റോഡൊന്നുമല്ല. പിന്നെ കുണ്ടും കുഴിയും ട്രാഫിക്കും ഒക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ എന്താ പറയുക ഇവിടെ നിന്ന് സത്യം പറഞ്ഞാൽ നമ്മുടെ അവിടേക്ക് 400 സംതിങ് കിലോമീറ്ററേ ഉള്ളൂ. പക്ഷേ ഹൈദരാബാദിൽ നിന്ന് ബാംഗ്ലൂർക്ക് എന്ന് പറയുന്നത് 500 ഉണ്ടായിരുന്നു, 500 സംതിങ് ഉണ്ടായിരുന്നു. അപ്പോൾ ഹൈദരാബാദിൽ നമ്മൾ 8 മണിക്കൂർ കൊണ്ട് എത്തി. നമ്മൾക്ക് ഇവിടെ നിന്ന് പക്ഷേ കുറേ ടൈം എടുത്തു കേട്ടോ നാട്ടിലേക്ക് എത്താൻ. കാര്യം ഞാൻ പറഞ്ഞല്ലോ ഭയങ്കര ട്രാഫിക്കും പിന്നെ എപ്പോഴും ബ്ലോക്കും ഇങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ നമ്മുടെ റോഡ്. പിന്നെ നമ്മൾ പോയ റോഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് കുറച്ച് നമ്മൾ മാപ്പിൽ നോക്കിയപ്പോൾ നമുക്ക് കുറച്ച് കിലോമീറ്റർ കുറവുള്ള റോഡ് കാണിച്ചിരുന്നു. അപ്പോൾ നമ്മളത് കിലോമീറ്റർ കുറവാണല്ലോ എന്ന് വെച്ച് ആ റോഡിൽ കൂടെ പോയിട്ടോ. അതാണ് വെച്ചെങ്കിലോ നമ്മൾ മൈസൂർ റോഡില്ലേ അവിടെ നമ്മൾ പോയി തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത് ഇതൊക്കെ ഹെയർ പിന്നാണ് എന്നുള്ളത്. കാരണം 27 ഹെയർ പിൻസ് ഉണ്ടായിരുന്നു. നമ്മൾ ആ മൈസൂർ അങ്ങനെ ടച്ച് ചെയ്യാണ്ട് മൈസൂർ കൂടിയിട്ടാണ് കേട്ടോ നമ്മൾ പോയത്. അപ്പോൾ തന്നെ നമുക്ക് സത്യം പറഞ്ഞാൽ കിളി പോയി എന്ന് പറയാം. കാര്യം ഇത്രയും ഹെയർ പിൻസും ഒക്കെ കടന്ന് പിന്നെ എനിക്കൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ഒന്ന് കറങ്ങുന്നതേ കണ്ടാൽ മതി, ഞാൻ അവിടെ കിടക്കും. അങ്ങനെയുള്ള ആളാട്ടോ ഞാൻ. എനിക്കിത് ഇങ്ങനെ ഹെയർ പിന്നൊക്കെ പോകുന്നത് കണ്ടപ്പോൾ ഞാൻ പിന്നെ അവിടെ കിടന്നു. കാര്യം അല്ലെങ്കിൽ നമുക്കങ്ങനെ നോക്കിയിരിക്കുമ്പോൾ നമുക്ക് ഛർദ്ദിക്കാനൊക്കെ വരുമല്ലോ. പിന്നെ പിള്ളേരുള്ളതല്ലേ, പിള്ളേരൊക്കെ പിന്നെ ആ സമയത്ത് ഭയങ്കര ഉറക്കമായതുകൊണ്ട് പിന്നെ കുഴപ്പമുണ്ടായില്ല. മൈസൂർ റോഡൊക്കെ ആണെങ്കിലും നല്ല അടിപൊളി റോഡായിരുന്നു കേട്ടോ. നമുക്ക് റോഡ് കുറേ എന്താ പറയുക ടൈം എടുത്തു ഇങ്ങനെ ചുറ്റിക്കറങ്ങാൻ വേണ്ടി. പിന്നെ കുറേ ടോളുകളിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടു കേട്ടോ നമ്മളത് പറയണമല്ലോ. കാരണം നമുക്ക് ഈ ഗൂഗിളിൽ ഈ സൈഡ് കാണിച്ചു തന്നപ്പോൾ നമുക്ക് തോന്നിയതാണ്. കാരണം ഗൂഗിളിൽ കാണിച്ചു തന്നപ്പോൾ ടോളുകൾ വെട്ടിച്ചതായിരിക്കാം ചിലപ്പോൾ. പക്ഷെ റോഡ് നമുക്ക് നല്ല ഇഷ്ടമായിട്ടോ. എന്നാലും കുറേ കുരങ്ങന്മാരൊക്കെ കണ്ടു കേട്ടോ. അപ്പോൾ ആ കുരങ്ങന്മാരൊക്കെ കാണുമ്പോൾ ഇങ്ങനെ പിള്ളേരെ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ പോയി എണീപ്പിക്കും, എനിക്ക് പറഞ്ഞിട്ട് എനിക്ക് കുരങ്ങന്മാരെ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്.
അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഈ സ്ഥലം നമ്മൾ ആദ്യമായിട്ടാട്ടോ കാണുന്നത് തന്നെ. അപ്പോൾ നമ്മളിവിടെ ഒരു ഡാമൊക്കെ കണ്ടു. ഡാമൊക്കെ കണ്ടപ്പോൾ നമ്മളൊരു 5 മിനിറ്റ് അവിടെ നിർത്തി. ഒരു വൈകുന്നേരം നേരമായിട്ട് അവിടെ എത്തിയപ്പോഴേക്കും. അപ്പോൾ നമ്മൾ ഒരു 5 മിനിറ്റ് അവിടെ നിർത്തി ഫോട്ടോസൊക്കെ എടുത്തു. കാരണം നമ്മൾ ആദ്യമായിട്ട് കാണുന്ന ഡാമാണല്ലോ. പിന്നെ അതിന് ശേഷം നമ്മൾ ഈ സ്ഥലം ഒന്ന് ഗൂഗിളിൽ നോക്കിയിട്ടോ. അപ്പോൾ ഇതെന്തോ ദിമ്പം റോഡെന്നോ അങ്ങനെ എന്തോ ആണ് കണ്ടത്. ഇതെന്ന് പറയുന്നത് തമിഴ്നാടിൻ്റെയും കർണാടകത്തിൻ്റെയും ഈ 2 സ്റ്റേറ്റുകളും തമ്മിൽ കണക്ട് ചെയ്യുന്നൊരു വേ ആയിട്ടാണ് നമ്മൾക്കിത് കണ്ടത് കേട്ടോ. ഇവിടെ ഞാൻ പറഞ്ഞാൽ 27 ഹയർ പിൻസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇതേ വൈകുന്നേരം ഇപ്പോൾ പിള്ളേരൊക്കെ എണീറ്റു കേട്ടോ. പിള്ളേരൊക്കെ എണീറ്റ് ഉഷാറായി. എന്നിട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ നാട്ടിലേക്ക്. സത്യം പറഞ്ഞാൽ ഈ വഴി നമ്മൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ പോലും നമുക്ക് ഈ വഴിയൊക്കെ ഇഷ്ടമായി. എന്നാൽ പോലും നമ്മളൊരു ഇത്തിരി ചിറ്റിച്ചു കേട്ടോ ഈ വഴി. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു മണിക്കൂർ മുന്നെങ്കിലും എത്തേണ്ട സ്ഥലത്ത് നമ്മൾ 2 മണിക്കൂർ ശരിക്കും വൈകിട്ടാണ് എത്തിയത് ഈ വഴി കാരണം ഇത് കുറേ ഉണ്ടായിരുന്നു ചുറ്റി പോകാൻ കേട്ടോ. പക്ഷേ നമുക്ക് എന്താ പറയുക, ടോളുകളിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടു കേട്ടോ. ടോളുകളൊക്കെ വെട്ടിച്ചു. നമ്മളൊരു വൈകുന്നേരം ഒരു 9 മണിയൊക്കെ ആയപ്പോൾ നമ്മുടെ മണ്ണുത്തിയിൽ കുതിരാൻ്റെ അവിടെ എത്തി. ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ഇവിടെ നിന്ന് ബാംഗ്ലൂരിൽ നമുക്ക് കുറേ ടൈം എടുത്തു കേട്ടോ നാട്ടിലേക്ക് എത്താൻ. അതിന് നമുക്ക് കാണിച്ചതൊരു 10 മണിക്കൂറാണെങ്കിൽ പോലും 11 മണിക്കൂറോളം എടുത്തു നമ്മൾ നാട്ടിലേക്ക് എത്താൻ. കാരണം അത്രയും ട്രാഫിക്കും ഒക്കെ ഉണ്ടായിരുന്നു. ബാംഗ്ലൂരിൽ നിന്ന് ട്രാഫിക് കടന്ന് കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു പണിയാണ്. അതുകൂടാണ്ട് കോയമ്പത്തൂർ കടന്നപ്പോൾ പിന്നെ പറയും വേണ്ട, ഭയങ്കര ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. എല്ലായിടത്തും നിർത്തി പോവുകയായിരുന്നു കേട്ടോ. ഹൈദരാബാദ് ടു ബാംഗ്ലൂർ അടിപൊളി റോഡായിരുന്നു. നമുക്ക് ഭയങ്കര ഇഷ്ടമായി. പെട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ 8 മണിക്കൂർ നമുക്ക് ഗൂഗിളിൽ കാണിച്ചിട്ടുണ്ടെങ്കിൽ ആ കറക്റ്റ് 8 മണിക്കൂറിൽ തന്നെ എത്തി കേട്ടോ. പക്ഷേ ഇവിടെ നിന്ന് കുറച്ച് ഇത്തിരി കൂടിപ്പോയി. 11 മണിക്കൂറൊക്കെ എടുത്തു. നമ്മളിപ്പോൾ രാത്രി ഒരു 10:30 ആയിട്ടാണ് വീട്ടിലെത്തിയത് കേട്ടോ. 10:30-10:45 നമ്മൾ വീട്ടിലെത്തിയത് കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ.